അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തു റഹ്മാനായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഖുർആൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ ഗ്രഹിച്ചത്. ഖുർആൻ്റെ ആദ്യ ഭാഗങ്ങളിലുള്ള സൂറത്ത് മാഇദയിലെ 90-91 വചനങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കത് ഗ്രഹിക്കാൻ ശ്രമിക്കാം. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന വിഷയം മനുഷ്യനെ അധർമ്മത്തിലേക്കും ജീർണതകളിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുന്ന ചില പ്രവണതകളെക്കുറിച്ചിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു, മദ്യപാനം, ലഹരി, വൽ മൈസിറു, ചൂതാട്ടം, വൽ അൻസാബു വൽ അസ്ലാമു, പ്രതിഷ്ഠയും പ്രശ്നം വെക്കലും, റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിൻ്റെ നീചമായ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയി ആകുന്നതിന് വേണ്ടി, നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ള, പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലഹരിയിലൂടെ, ചൂതാട്ടത്തിലൂടെ. ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, പടച്ചവനെ സ്മരിക്കുന്നതിൽ നിന്ന്, ദൈവമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്. വഅനിസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്നും. അതിനുശേഷം പറയുന്നത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിതിൽ നിന്ന് വിരമിക്കാനായിട്ടില്ലേ, ഇത് നിർത്താനായിട്ടില്ലേ, നിരോധിക്കാനായിട്ടില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വചനങ്ങളാണിത്. പിശാചിൻ്റെ മോശമായ പ്രേരണയിൽ നിന്ന് അവൻ്റെ പ്രവൃത്തിയിലൂടെ വഴികേടിലായി പോകുന്ന ആയിരങ്ങൾ തലമുറകൾ അതിൻ്റെ പേരിൽ, ലഹരിയുടെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, എല്ലാ തിന്മയുടെയും താക്കോലാണ്, അല്ലെങ്കിൽ എല്ലാ മ്ലേച്ഛമായ മോശം കാര്യങ്ങളുടെയും മാതാവാണ് മദ്യപാനം അല്ലെങ്കിൽ ലഹരി എന്നത്. അപ്പോൾ മദ്യപാനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മദ്യപാനം എന്ന രീതിയിലല്ല ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഒരിക്കലൊരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ചോളത്തിൽ നിന്ന് വാറ്റിയിട്ടുള്ള ഒരു പാനീയം കുടിക്കാറുണ്ട്, അത് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അത് മുസ്കിറാണോ എന്നാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എന്താണോ ലഹരി ഉണ്ടാക്കുന്നത് അതൊക്കെ നിഷിദ്ധമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്.
പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന ഒരു കാലത്ത് മദ്യപിച്ചിട്ട് തന്നെയായിരുന്നു സഹാബികൾ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. അവിടെ മദ്യപാനം വ്യാപകമായിരുന്നു. അപ്പോഴാദ്യം തന്നെ അവരെ മദ്യപാനത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ട് അത് നിരോധിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആഹ്വാനം പള്ളിയിൽ പ്രാർത്ഥനക്കെത്തുമ്പോൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. കാരണം പ്രാർത്ഥനയിൽ ബോധം ഉണ്ടാവില്ല, ഏകാഗ്രത ഉണ്ടാവില്ല, പരിസരബോധം ഉണ്ടാവില്ല. അപ്പോൾ സഹാബികളൊക്കെ പള്ളിയിൽ വരുമ്പോൾ അത് നിയന്ത്രിക്കുമായിരുന്നു. എന്നാൽ ഈ ആയത്തിന് ശേഷം ഫഹൽ അന്തും മുന്തഹൂൻ, നിങ്ങൾക്കിത് നിർത്താറായിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മദീനയിലെ തെരുവുകളിൽ മദ്യത്തിൻ്റെ പുഴ ഒഴുകുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പത്രങ്ങളിൽ നിന്നെല്ലാം മദ്യം ഉടച്ച് പുഴ ഒഴുകുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ മലയാളത്തിൻ്റെ അവസ്ഥ എന്താണ്? കുറച്ച് മുമ്പ് 10ഉം 50ഉം ബാറുള്ള ഒരു കാലത്ത് ഇപ്പോൾ 1000ഓളം ബാറുകളിലേക്ക് എത്തുന്ന രീതിയിൽ മദ്യം നശിപ്പിക്കുകയല്ല, കൂടുതൽ മദ്യം ശേഖരിച്ചുകൊണ്ട് ധനാഗമന മാർഗത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുമ്പോൾ തലമുറകൾ നശിച്ചു പോവുകയാണ്. അവർ മൃഗീയരായി അല്ലെങ്കിൽ പൈശാചികമായ അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത് നടന്ന കലാപങ്ങളുടെ, കുഴപ്പങ്ങളുടെ, ആക്രമണങ്ങളുടെ, കൊലപാതകത്തിൻ്റെ ലിസ്റ്റൊന്ന് പരിശോധിച്ചാൽ ഏത് കൊലപാതകത്തിലും അവർ മദ്യലഹരിയിലായിരുന്നു എന്ന് കണ്ടെത്തുന്നുണ്ട്. ഏത് ആക്രമണത്തിനും, എന്ത് പീഡനത്തിനും, കൊള്ളയടിക്കും, വാണിഭത്തിനും, ഏതേത് ക്രിമിനൽ പ്രവർത്തനത്തിനും മദ്യപാനം അവരുടെ പ്രധാനപ്പെട്ട ഒരായുധമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വരുമാനത്തിൻ്റെ പേരിലാണ് അത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ആ വരുമാനത്തിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നഷ്ടം ഉണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബോധം കെട്ടു പോകുന്ന ഒരു തലമുറ. അപ്പോൾ അതിനിപ്പോൾ പല ഗ്രേഡുണ്ട്. നമ്മൾ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പുകവലിയൊക്കെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. പുകവലിയെക്കുറിച്ചൊക്കെ ഖുർആനിലെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വലാ തഖ്തുലു അൻഫുസക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ശരീരത്തെ തന്നെ കൊല്ലരുത്. വലാ തുൽഖു ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുവിടരുത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് നിരവധി സമാധാന പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായിട്ടും നമ്മൾ പുകവലിയുടെ ആധിക്യമുള്ളൊരു സമൂഹമായി, തലമുറയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്കൂളുകളിലൊക്കെ കഞ്ചാവും MDMA എത്തുമ്പോൾ പോലും അതിൻ്റെ ഏറ്റവും വലിയ സാമ്പ്രദായികമായ പരമ്പരാഗതമായ പുകവലി, വലിച്ചൂത്തും അതുപോലെ തന്നെ മദ്യപാനമൊക്കെ CCTV ദൃശ്യങ്ങളിലൊക്കെ ധാരാളം കാണാം. 8 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടികളൊക്കെ കൂട്ടം കൂടി വലിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇരട്ട ദുരന്തമല്ല, മഹാദുരന്തത്തിലേക്ക് പോകുന്ന രീതിയിൽ എല്ലാ ലഹരിയും ഒന്നിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് പുകവലിയാണെങ്കിൽ, സെക്കൻഡ് സ്റ്റേജ് മദ്യപാനാണെങ്കിൽ, തേർഡ് സ്റ്റേജ് ഹാൻസും കഞ്ചാവും ആണെങ്കിൽ, ലാസ്റ്റ് സ്റ്റേജാണ് ഈ MDMAയിലേക്കൊക്കെ എത്തുന്നത്. അത് പിന്നെ ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിൽ, ഒരു മനുഷ്യനായിട്ട് തിരിച്ചു കിട്ടാത്ത രീതിയിൽ ഇപ്പോഴടുത്ത കാലത്തെ സർവേ പ്രകാരം ഭ്രാന്താശുപത്രിയിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ ലഹരിക്കടിമപ്പെട്ടവരാണെന്നാണ് കണക്കെടുപ്പ്. സ്ഥിതിവിവരക്കണക്കുകളിൽ തെളിയുന്നത് അതാണ്. അപ്പോൾ കൂടുതൽ മനുഷ്യത്വത്തിൽ നിന്നും, ബോധത്തിൽ നിന്നും, അറിവിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും പോവുകയാണ്. ഇന്നലെ കിട്ടിയ വാർത്തയിൽ കേട്ടത്, മദ്യത്തിൻ്റെ ലഹരിയിൽ സ്വന്തം രോഗിയായ മാതാവിനെ ഭോഗിക്കുന്ന മൃഗീയത എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അത്രയും പൈശാചികമായ രീതിയിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുമ്പോൾ ഖുർആൻ്റെ ഈ ആഹ്വാനത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിരോധിച്ച, ദൈവം ഇഷ്ടപ്പെടാത്ത, വെറുക്കപ്പെട്ട ഒരു സംഗതിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ ചൂതാട്ടമൊക്കെ മനുഷ്യനെ ധർമ്മത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും മനുഷ്യനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് എന്നാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിവ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ശത്രുവിനെ മാത്രമല്ല സ്വന്തം അമ്മയെ, മാതാവിനെ, ഉമ്മയെ, ഉപ്പയെ ഒക്കെ കൊല്ലാൻ അവർക്ക് പ്രചോദനം പകരുന്നു. അതുകൊണ്ടത് അല്പമാവാം, പരിധി വിടാതെ ആവാം എന്നൊക്കെ നമ്മൾ ഓമനപ്പേരിട്ട് പുരോഗമനത്തിൻ്റെ പേരിൽ അത് നമ്മൾ ആഘോഷിക്കുമെങ്കിലും തീർച്ചയായിട്ടും
അത് മനുഷ്യന് ഹാനികരമായത് കൊണ്ട് തന്നെയാണ് ഖുർആൻ ഇതിൽ നിന്ന് കർശനമായി വിലക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ദുരന്തം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാ. ഇതിലൂടെ പിശാച് ആഗ്രഹിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ശത്രുതയും വെറുപ്പും വിദ്വേഷമാണ്. ഇപ്പോൾ ആധുനിക കാലത്ത്, ഈ സോഷ്യൽ മീഡിയ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും അരാജകത്വങ്ങളും അരങ്ങേറുന്നത് ഈ ലഹരിയുടെ ഒരു പ്രചോദനത്തിലാണ്. അപ്പോൾ പരസ്പരം തെറ്റിക്കുകയാണ്. നമുക്കിപ്പോൾ നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു മതവിശ്വാസികൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, അവർ തമ്മിൽ അകലുകയാണ്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അവന് തന്നെ ബോധമില്ലാതെ. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പരസ്പര വിദ്വേഷമാണ്. പരസ്പരം സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അത് അയൽവാസികൾ തമ്മിലാണെങ്കിലും, കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും, സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും, സമൂഹങ്ങൾ തമ്മിലാണെങ്കിലും, രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ പരസ്പരം സംയമനത്തിലൂടെ, സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അവിടെ എവിടെയും വില്ലനായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഈ ലഹരി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സമൂഹത്തിൻ്റെ ഏത് തുറകളിലുള്ള, ഏത് മേഖലയിലുള്ള സംഗതികളിൽ പോലും ഇതേറ്റവും വലിയ വെല്ലുവിളിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഏറ്റവും വലിയ ജിഹാദ്, ധർമ്മസമരമെന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും ഇതിനെ പലരെയും പഴിചാരി രക്ഷപ്പെടാം. ഗവൺമെൻറ്റിനെ പറയാം, നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം, ഭേദഗതി ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ അധ്യാപകർ ശരിയില്ലായിട്ടാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കുടുംബത്തിൽ സ്വന്തം മക്കളെ, സ്വന്തം സന്താനങ്ങളെ, കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് മുന്നിൽ വിധേയരായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈമോശം കൊണ്ട് തന്നെയാണ്, അവരുടെ പിഴവ് കൊണ്ട് തന്നെയാണ് കൂടുതൽ കുട്ടികൾ അധർമ്മത്തിലേക്ക് പോകുന്നത്, തലമുറ വഴിതെറ്റിപ്പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്നത്, റബ്ബന ആത്തിഹിം ളിഫൈനി മിനൽ അദാബ്, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്നാണ്. കാരണം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ആ പോകുന്നതിന് എനിക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടില്ല, എന്നെ പരിശോധിച്ചിട്ടില്ല, എനിക്കതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തിയിട്ടില്ല. മകന് എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന, മകൾക്ക് എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന, ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളായിരുന്നു അവർ. വിദേശത്ത് പഠിക്കാൻ ലക്ഷങ്ങൾ, കല്യാണത്തിന് ലക്ഷങ്ങൾ, ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പറയുന്നതൊക്കെ വാരിക്കോരി കൊടുത്ത് വളർത്തുദോഷത്തിൽ അകപ്പെട്ടു പോയ തലമുറയാണ് ഇരുട്ടിലേക്ക് പോയത്. അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദൈവകൽപ്പന സ്വീകരിച്ചേ തീരൂ എന്നാണ് സൂറത്തുൽ മാഇദയിലെ ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. അതിലൂടെ നമുക്ക് ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയോ മദ്യപാനികളും ലഹരിക്കടിമപ്പെട്ടവരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അവരെ ആക്ഷേപിക്കുകയോ അവരെ തള്ളിപ്പറയോ പ്രവാചകൻ ചെയ്തിട്ടില്ല. പ്രവാചകൻ്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിച്ച അബൂ ഹനീഫ ഇമാമ് എന്ന ഒരു വിഖ്യാതനായ ഇമാമിനെ ഒരു മദ്യപാനി നിരന്തരം ശല്യപ്പെടുത്തും. രാത്രി വിളിച്ച് ചീത്ത പറയും. ഇമാം ക്ഷമിച്ചു. എന്നിട്ട് വിളിച്ചു പറയുകയും ചെയ്തു, ഈ സമുദായത്തിന് എന്നെ നഷ്ടപ്പെടാൻ കാരണം നിങ്ങളാണ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാട്ടിൽ നിയമപാലകർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ജാമ്യത്തിന് നിന്നത് ഈ ഇമാമായിരുന്നു. അങ്ങനെ വേണം അറിയാതെയോ അറിഞ്ഞയോ ലഹരിയുടെ വലയത്തിൽ പെട്ടുപോയവരെ നമ്മൾ നിയന്ത്രിക്കാൻ. അവരെ ഒറ്റപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ ആക്രമിച്ചോ ബഹിഷ്കരിച്ചോ പരിഹസിച്ചോ ഒന്നും അതിന് പരിഹാരമല്ല. മനഃശാസ്ത്രപരമായി, സൗഹാർദ്ദപരമായി അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം പ്രബോധകരിൽ, നന്മയുടെ വാഹകരിൽ പടച്ച തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.